അപ്പോ കുടുംബാംഗങ്ങൾ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് നമുക്ക് പിറന്നാളിന്റെ ചടങ്ങുകൾ ആരംഭിക്കാം. ആദ്യം പിറന്നാൾ പുടവ കൊടുക്കാം. പിറന്നാൾ പുടവ കൊടുക്കാം അങ്ങനെയല്ല, പിറന്നാൾ കോഴി സമർപ്പണം, അതാണ് അതിന്റെ ഭാഷ. ശരി, അപ്പൊ ഞാൻ അമ്മയുടെ കയ്യിൽ പിറന്നാൾ കോഴി തരാം. അമ്മ തന്നെ പിറന്നാൾ കാരണം അങ്ങോട്ട് സമർപ്പിച്ചോളൂ. കൊടുക്കുക. അമ്മ കണ്ടില്ലല്ലോ. ഇതെന്താ ഇത്? എന്താണ് ഇതെന്താടി ഇത്? അറിയില്ല. ഒരു കഷ്ടമാണ് നോക്കണേ. എന്റെ ജമന്തി, നീ ഈ സാധനം എവിടെ കൊണ്ടിട്ട്? എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ല, വാതിലിന്റെ മൂലയിൽ ഇവിടെ കൊണ്ടിട്ട സമയത്ത് അവിടുന്ന് മാറ്റി വെക്കണം നിന്നോട് പറഞ്ഞാലേ. എവിടെ കൊണ്ടുപോയി എന്തോ സാധനം മറിഞ്ഞു വേണം. എനിക്ക് തോന്നുന്നത് അതെന്തോ കരി ഓയിൽ പോലെ എന്തോ ആണ്. കാരണം ഇത് പോവില്ല, അത് പോവില്ല. ഷർട്ട് എന്റെ അമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു സാധനം കൊണ്ടുവന്ന അത് സൂക്ഷിക്കാനുള്ള ബോധം വേണ്ടേ? ഇത് എവിടെയാണ് കൊണ്ടുവച്ചത്? പിന്നെന്താണ്? അത് ഡ്രൈ ക്ലീൻ ചെയ്താലൊന്നും പോകത്തില്ല. ഞങ്ങൾ ഈ പാർട്ടിയുടെ പരിപാടിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ഉടുപ്പിലൊക്കെ വീഴുമ്പോഴേ അത് ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് പോയില്ല. അങ്ങനെ ഉടുപ്പൊക്കെ കളഞ്ഞിട്ടുണ്ട് നമ്മൾ. പോയില്ല. ഒരു നല്ല ദിവസമായിട്ട് കണ്ടോ. ഓയിലാന്ന്, കരി ഓയിലാണത്. മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ പോയി അതങ്ങ് പോട്ട്. നമുക്ക് കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാം. മുറുക്കി അമ്മന്റെ മുറുക്കി. ഞാനാണോ കേക്ക് മുറിക്കേണ്ടത്? പിറന്നാളുകാരനല്ലേ മുറിക്കേണ്ടത്? എന്താ ക്ലീറ്റോ മാറി നിൽക്കണം? നിങ്ങളുടെ അടുത്ത് വന്ന് കേക്ക് മുറിക്കാൻ പോവല്ലേ? അയ്യോ, കേക്ക് അവിടെ ഇരിക്കുന്നത്, അത് മുറിച്ചാ പോരെ. ഞാൻ ഇനി അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യാനാണ്? പേരൊക്കെ പോയി. ഞാൻ അടുത്തോട്ട് നിന്നിട്ടുണ്ട്. ഞാൻ പരാതി വേണ്ട, മുറിക്കുന്നു. ഇത് മെഴുകുതിരി കത്തിച്ചു നോക്കണമല്ലോ. കുറച്ചിട്ട് വേണ്ട. ഓ മെഴുകി തരുന്നു വേണ്ടെങ്കിൽ വേണ്ട, പോട്ടെ. മെഴുകുതിരി സമയം കളയല്ലേ, മുറുക്കി. മുറുക്കി പെട്ടെന്നാവട്ടെ. മുറുക്കി എന്തിന്? അവന്റെ പിറന്നാളിന് അവനെല്ലാരും മുറിക്കാണല്ലോ. ഞാൻ എന്തിനാ മുറിക്കണത്? ഇത് ചിരിക്കുന്നു. ഞാൻ മുറിക്കൂല. അളിയാ കളിക്കാതെ മുറിക്കളെ. ഒന്നാമത് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇത് ബഹിഷ്കരിക്കുന്നതാണ്. പിന്നെ നിങ്ങളൊന്ന് പിണക്കണ്ടാവുന്ന കാര്യം സഹകരിക്കുന്നുള്ളത്. ഇത് ഭാരപ്പെട്ട പണിയൊന്നുമല്ല, വെറുതെ ഒന്ന് മുറിച്ചു കൊടുത്താൽ മതിയില്ല. അങ്ങനെ നീ ഒന്ന് മുറിക്കണേ. സഹായിക്കും. ഇന്ന് എത്രാം തീയതി? 27 28 ആണെന്ന് തോന്നുന്നു. അല്ല, ഇന്ന് 29. 29 29. ക്ലീറ്റോ, ഇന്ന് ക്ലീറ്റോന്റെ പിറന്നാളല്ലേ? ഞങ്ങളൊരു സർപ്രൈസ് തരാൻ വേണ്ടിട്ടല്ലേ മിണ്ടാതിരുന്നേ. ഹാപ്പി ബർത്ത്ഡേ ക്ലീറ്റോ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ക്ലീറ്റോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കരയണ. ഓ അത് ഷർട്ട് പോയിട്ടായിരിക്കും. സന്തോഷം സന്തോഷം സന്തോഷം. മുറിക്കെന്റെ ക്ലീറ്റോ. നീ ശോധനത്തിന് മുറിക്കണത്. അതെ, ഇത് മുറിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ എന്നാ നടരാജനെ കൂടി വിളിച്ചിട്ട് അത് മുറിക്കണം. അളിയാ, ഇത് മുറിക്കാൻ കൊള്ളത്തില്ല. വെറുതെ തോന്നിവാസം പറയരുത്. നീ ഇതാ ജോളിച്ചാന്റെ കടയിൽ നിന്ന് മേടിച്ചാണ് 1500 മുതലായിരിക്കണം. എടാ 10,500 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. അതെ, എല്ലാരും എന്നോട് ക്ഷമിക്കണം. എന്തേ നീ അവിടെ മുറിക്കണ്ട. അളിയന്റെ പിറന്നാളാണെന്ന് കരുതി അത് ചളവാക്കാൻ വേണ്ടി ഇതിന് സോപ്പ് പൊടി വിതറി. ക്ലീറ്റോ, ഇപ്പൊ എനിക്ക് എന്താ തോന്നണെന്നറിയോ നിങ്ങളോട്? നിങ്ങൾ മനുഷ്യനാണോ അതോ മൃഗോ? എനിക്ക് അറിയാൻ പാടാണ്ട് ചോദിക്കുക. അല്പമെങ്കിലും നന്മയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥി കാണിക്കോ ക്ലീറ്റോ? എന്തോരം കഷ്ടപ്പെടാന്നറിയോ ഞങ്ങളെല്ലാരും കൂടി. നിങ്ങൾക്കൊന്ന് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അതിനകത്ത് സോപ്പോടി വെതിരേക്കണെന്ന്. ഈ കൊച്ചായിരുന്നെങ്കിലോ? നിങ്ങൾ ഞാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് കുടുംബ ബന്ധങ്ങളുടെ വില ഒന്നും അറിയില്ല. നിങ്ങൾ ഇറങ്ങി പോ. ഞാനാ തെറ്റുകാരി. ഞാൻ ഇതിനു വേണ്ടിട്ട് ഇറങ്ങിയത് എന്റെ തെറ്റ്. സ്നേഹം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. ദുഷ്ടൻ. എന്താ അമ്മ എന്ത് നിനക്ക് പറയണത്? ഞാൻ
പോട്ടെ. അവൻ നിങ്ങളെ കുറ്റം പറഞ്ഞില്ല, എന്താ തെറ്റുള്ളത്? നിങ്ങളുടെ പ്രവൃത്തി ഇതല്ലേ? നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങ്. അപ്പൊ കുറെ കൂടി സന്തോഷം ഉണ്ടാവും. വീട്ടുകാരുടെ വേദനയോ വിഷമോ സ്നേഹമോ ഒന്നും കാണരുത്. തങ്കം പോട്ടെ. ഇനിയിപ്പൊ എന്തായാലും ഷർട്ടും പോയി, അതും പോയി, ഇതും പോയി, എല്ലാം പോയി. നമുക്ക് പായസം എടുക്കാം. സന്തോഷത്തോടു കൂടി പായസം കുടിക്കാം. ഓ, ഇനി പായസം കുടിച്ചിട്ട് എന്തിനാ? പായസമെങ്കിൽ പായസം. അടുത്ത ജമന്തി പായസം എടുക്കണ്ട. എന്ത് ജമന്തി പായസം എടുക്കണ്ട. പായസത്തില് ഞാൻ ഉപ്പ് ഇട്ടു. നിനകൊട്ടവനെ. അപ്പൊ ഇതും നമ്മുടെ പണി തന്നെ ആയിരിക്കും. അല്ലാതെ കൊള്ളാളിയ, കൊള്ളാം, നന്നായിട്ടുണ്ട് അളിയ. അളിയാ, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. നിന്റെ പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചും കഷ്ടപ്പെട്ടൊക്കെ ഇതൊക്കെ ഒരുക്കൊക്കെ ചെയ്തു. എല്ലാം വെറുതെയായി. ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ അതിനുള്ള യോഗം കൂടെ വേണം. നിനക്ക് ആ യോഗം ഇല്ല. Alien versus Alien.